നമസ്കാരം. വാർത്താമഴയിലേക്ക് വിശദമായി 7 ജില്ലകൾ വിധിയെഴുതി. പഞ്ചായത്തിലോട്ട് കോ-സ്പോൺസേഡ് ബൈ വോക്കർ ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ മികച്ച പോളിംഗ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലായിരുന്നു വോട്ടെടുപ്പ്. ഇതുവരെ 70% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ആലപ്പുഴ മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1-ാം നമ്പർ ബൂത്തിൽ മറ്റന്നാൾ റീപോളിംഗ് നടക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഒറ്റപ്പെട്ട സംഭവങ്ങളൊഴികെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ സമാധാനപരമായിരുന്നു വോട്ടെടുപ്പ്. രാവിലെ തന്നെ മിക്കയിടത്തും പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ തിരക്കായിരുന്നു. ആദ്യ മണിക്കൂറുകളിൽ പലയിടത്തും വോട്ടിംഗ് മെഷീൻ തകരാറിലായെങ്കിലും പിന്നീട് പരിഹരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള, നടിയെ ആക്രമിച്ച കേസിലെ വിധി, വികസനം തുടങ്ങിയ വിഷയങ്ങൾ വോട്ടെടുപ്പ് ദിനത്തിൽ പ്രധാന ചർച്ചയായി. ഒന്ന്, സർക്കാരിനെതിരായ അതിശക്തമായ ഒരു ജനവികാരമുണ്ട്. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആളുകളെ അമ്പരപ്പിച്ച് നിർത്തിയാണ്. വിശ്വാസികൾ അവരുടെ പ്രതികാര നടപടി ഈ ഇലക്ഷനിലും അവർ നടപ്പിലാക്കിയിരിക്കുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പിൽ മികച്ച ആത്മവിശ്വാസമെന്ന് LDF നേതാക്കൾ. ആ ഭരണ തുടർച്ചയുടെ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും കൂടി വിലയിരുത്തിക്കൊണ്ടാണ് ത്രിതല പഞ്ചായത്തുകളുടെ പ്രവർത്തനത്തെ ജനങ്ങൾ വിലയിരുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലും അതുപോലെ കേരളത്തിലുടനീളവും LDFന് വളരെ മികച്ച വിജയമുണ്ടാവും എന്ന ശുഭപ്രതീക്ഷയാണ്. കഴിഞ്ഞ 9.5 കൊല്ലക്കാലത്തെ ഇവിടുത്തെ ജീവിതമുണ്ട്. ഓരോ രംഗത്തുണ്ടായ മുന്നേറ്റമുണ്ട്. അതെല്ലാം ഉണ്ടാക്കിയ ഗവൺമെന്റിന് അവർക്കറിയാം. അതുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങളെ പറ്റിയുള്ള തികഞ്ഞ വിശ്വാസമുണ്ട് അവർക്ക്. ആലപ്പുഴ മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1-ാം നമ്പർ ബൂത്തിൽ മറ്റന്നാൾ റീപോളിംഗ് നടക്കും. BSP സ്ഥാനാർത്ഥിക്കുള്ള വോട്ട് EVM-ൽ രേഖപ്പെടുത്തിയില്ലെന്ന പരാതിക്ക് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ തെക്ക് ഭാഗം എന്നുള്ള പോളിംഗ് സ്റ്റേഷനിലെ പോളിംഗ് തടസ്സപ്പെട്ടതിനെ തുടർന്ന് അവിടെ റീപോളിംഗിന് ഉത്തരവായിട്ടുണ്ട്. 2-ാം ഘട്ടത്തിൽ മറ്റ് 7 ജില്ലകളിലെ പോളിംഗ് നടക്കുന്നതോടൊപ്പം ഈ പോളിംഗ് സ്റ്റേഷനിലെ റീപോളിംഗ് നടക്കുന്നതാണ്. തിരുവനന്തപുരം അരുവിക്കര അഴീക്കോട് ബൂത്തിൽ കള്ളവോട്ട് ചെയ്യാൻ എത്തിയതാണെന്ന് ആരോപിച്ച് UDF പ്രവർത്തകർ 2 പേരെ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറി. ഇവർ കള്ളവോട്ട് ചെയ്തില്ലെന്ന് പ്രിസൈഡിംഗ് ഓഫീസർ അറിയിച്ചു. പത്തനംതിട്ട കടമ്പനാട് പഞ്ചായത്ത് 2-ാം വാർഡിൽ വോട്ടെടുപ്പിനിടെ തർക്കമുണ്ടായി. കോട്ടയം പൂഞ്ഞാർ തെക്കേക്കരയിൽ കള്ളവോട്ട് നടന്നെന്ന് LDF ആരോപിച്ചു. എറണാകുളം മരടിൽ NDA സ്ഥാനാർത്ഥിയുടെ മാതാവിന്റെ പേരിൽ കള്ളവോട്ട് ചെയ്തെന്ന് BJP ആരോപിച്ചു. തന്റെ വോട്ട് മറ്റാരോ ചെയ്തെന്ന് കൊല്ലം കരുനാഗപ്പള്ളിയിൽ യുവാവ് പരാതി നൽകി. സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് തിരുവനന്തപുരം വിഴിഞ്ഞത്തും എറണാകുളം പാമ്പാക്കുട പഞ്ചായത്തിലെ 10-ാം വാർഡിലും വോട്ടെടുപ്പ് മാറ്റി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. വോട്ടെടുപ്പിനിടെ തിരുവനന്തപുരം വഞ്ചിയൂരിൽ BJP CPIM പ്രവർത്തകർ ഏറ്റുമുട്ടി. CPIM കള്ളവോട്ട് ചെയ്തു എന്നായിരുന്നു BJP ആരോപണം. എന്നാൽ BJP ആരോപണം ഉന്നയിച്ച 8 ട്രാൻസ്ജെൻഡേഴ്സ് വോട്ടർ പട്ടികയിലുണ്ടെന്ന് വ്യക്തമായി. കള്ളവോട്ടിനെ ചൊല്ലി രാവിലെ മുതൽ നിന്നിരുന്ന തർക്കമാണ് വൈകിട്ട് 3 മണിയോടെ സംഘർഷത്തിലേക്ക് വഴിമാറിയത്. വഞ്ചിയൂർ വാർഡിലെ 1ഉം 2ഉം ബൂത്തുകളിൽ കള്ളവോട്ട് ആരോപിച്ച് BJP പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. റീപോളിംഗ് നടത്തണമെന്ന് BJP ആവശ്യപ്പെട്ടു. കള്ളവോട്ട് തടഞ്ഞതിന് അധികം വോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലേ? ഞങ്ങൾ വോട്ട് ചെയ്തു. ഞങ്ങൾക്ക് ഇവിടെ അല്ല കള്ളവോട്ട്. ഞാൻ ഇവിടെ ഏരിയ പ്രസിഡന്റാണ്, വഞ്ചിയൂർ ഏരിയ പ്രസിഡന്റാണ്. അത് ചോദിച്ചേനെ കാണിച്ചു തരാം. CPIM ശ്രീകണ്ഠേശ്വരത്തുള്ള ട്രാൻസ്ജെൻഡേഴ്സിനെ വഞ്ചിയൂർ ഡിവിഷനിലെത്തിച്ച് വോട്ട് ചെയ്യിപ്പിച്ചെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരനും ആരോപിച്ചു. തലസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തിയെന്നും ആരോപണം. എന്നാൽ ആരോപണം നിഷേധിക്കുകയാണ് പ്രദേശത്തെ CPIM നേതൃത്വം. പരാജയഭീതി കൊണ്ടാണ് ആരോപണമെന്നും വിശദീകരണം. അവർ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സിലും ട്രാൻസ് തന്നെ ആകണം എന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാരിൽ മെയിലും ഫീമെയിൽ ആയിട്ടുള്ള ആൾക്കാർ പോലും ആ വോട്ടർ പട്ടികയ്ക്കകത്തുണ്ട്. അപ്പോൾ അവർ ഒരുപക്ഷെ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന എണ്ണത്തിലേക്ക് റിഫ്ലക്ട് ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ അത് ആരോപിച്ചുകൊണ്ട് കള്ള വോട്ടാണെന്ന് പറയുന്നതിന് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണ്. അതിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അതേസമയം 8 ട്രാൻസ്ജെൻഡേഴ്സിന് വഞ്ചിയൂർ ഡിവിഷനിലെ 2ാം ബൂത്തിൽ വോട്ടുണ്ടെന്നാണ് അവസാനഘട്ട വോട്ടർ പട്ടിക പ്രകാരം വ്യക്തമാകുന്നത്. 24 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ 2ാം ഘട്ട പരസ്യ പ്രചാരണത്തിന് കുട്ടിക്കലാശം. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾ വ്യാഴാഴ്ച വിധിയെഴുതും. കുട്ടിക്കലാശത്തിനിടെ പലയിടങ്ങളിലും നേരിയ സംഘർഷമുണ്ടായി.
വടക്കൻ കേരളത്തിൽ പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള ശക്തിപ്രകടനത്തിലായിരുന്നു മുന്നണികൾ. നേതാക്കളും സ്ഥാനാർത്ഥികളും പങ്കെടുത്ത റോഡ് ഷോയും കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി. ഒരു മാസം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശോജ്വല സമാപനം. തദ്ദേശ സ്ഥാപന പരിധിയിലെ പ്രധാന ടൗണുകൾ കേന്ദ്രീകരിച്ചായിരുന്നു കൊട്ടിക്കലാശം. കൊട്ടിക്കലാശത്തിലൂടെ പാലക്കാട്, മണ്ണാർക്കാട്, തെങ്കര, ആനമുളിയിൽ UDF LDF സംഘർഷമുണ്ടായി. മലപ്പുറം പൂക്കോട്ടൂരിൽ LDF UDF പ്രവർത്തകർ ഏറ്റുമുട്ടി. കോഴിക്കോട് ഒഞ്ചിയത്ത് കലാശക്കൊട്ടിലൂടെ RMB CPM പ്രകടനങ്ങൾ മുഖാമുഖം വന്നത് സംഘർഷാവസ്ഥയുണ്ടാക്കി. കാരശ്ശേരിയിൽ LDF പ്രവർത്തകരും പോലീസുമായി വാക്കുതർക്കമുണ്ടായി. കാസർഗോഡ് തൃക്കരിപ്പൂർ ടൗണിൽ BJP LDF പ്രകടനങ്ങൾ UDF പ്രവർത്തകർ തടഞ്ഞതായി പരാതി ഉയർന്നു. 470 ഗ്രാമപഞ്ചായത്തുകളും 47 നഗരസഭകളും 77 ബ്ലോക്ക് പഞ്ചായത്തുകളും 3 കോർപ്പറേഷനുകൾ ഉൾപ്പെടെ 604 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നത്. 39,014 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 1 കോടിയിലേറെ വോട്ടേഴ്സ് രണ്ടാം ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. വാർത്താമഴയിലേക്ക് തിരികെ എത്തുമ്പോൾ ഒരു അപകട വാർത്ത വരുന്നുണ്ട്. പാലക്കാട് കൊടക്കാട് ദേശീയപാതയിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ മറ്റു വാഹനങ്ങളിൽ ഇടിച്ചു. 4 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. ദൃശ്യങ്ങളിലേക്ക്. ആയുഷത്തിൽ ഷംനയാണ് ഇപ്പോൾ പാലക്കാട് നിന്ന് ചേരുന്നത്. ഷംന, എപ്പോഴായിരുന്നു അപകടം? വിവരങ്ങൾ. ഉന്മേഷ്, ഇന്ന് വൈകിട്ടായിരുന്നു ഈ അപകടം ഉണ്ടായത്. മണ്ണാർക്കാട് നിന്നും പെരിന്തൽമണ്ണയിലേക്ക് വരികയായിരുന്ന കാറാണ് കൊടക്കാട് വെച്ച് നിയന്ത്രണം വിട്ട് സമീപത്തുള്ള ഒരു ഹോട്ടലിലേക്ക് ഇടിച്ചു കയറിയത്. ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നവർക്കാണ് ഈ അപകടത്തിൽ പരിക്കു പറ്റിയത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. 4 പേർക്കാണ് പരിക്കു പറ്റിയത്. ഈ മുന്നിൽ ഈ പാർക്ക് ചെയ്തിരുന്ന ഹോട്ടലിന് മുമ്പിൽ പാർക്ക് ചെയ്തിരുന്ന 3 ബൈക്കുകളും ഈ അപകടത്തിൽ തകർന്നിട്ടുണ്ട്. എന്തായാലും ഈ 4 പേർക്ക് പരിക്കു പറ്റി. അതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാളെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റു 3 പേരും ഇപ്പോൾ വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തായാലും ഈ അപകടത്തിന്റെ കൂടുതൽ കാരണങ്ങൾ ഉൾപ്പെടെ കാറിന്റെ അമിത വേഗതയായിരുന്നു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും 4 പേർക്ക് പരിക്ക് പറ്റി. ഒരാളുടെ നില ഗുരുതരമാണ് എന്നതാണ് സാഹചര്യം. പാലക്കാട്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ പിന്തുണച്ചും അപ്പീൽ പോകാനുള്ള സർക്കാർ തീരുമാനത്തെ പരിഹസിച്ചും UDF കൺവീനർ അടൂർ പ്രകാശ്. വോട്ടെടുപ്പ് ദിനത്തിലെ പരാമർശം കോൺഗ്രസിനെ വെട്ടിലാക്കിയതോടെ അടൂർ പ്രകാശ് നിലപാട് തിരുത്തി. എന്നാൽ UDF കൺവീനറുടെ പ്രതികരണം LDF ആയുധമാക്കി. അടൂർ പ്രകാശ് പറഞ്ഞത് UDFന്റെ രാഷ്ട്രീയമെന്നായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. വോട്ട് ചെയ്ത ശേഷം രാവിലെ പത്തനംതിട്ടയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് UDF കൺവീനർ അടൂർ പ്രകാശ് MP നടൻ ദിലീപിനെ പിന്തുണച്ച് സംസാരിച്ചത്. ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അതിജീവിതയ്ക്കൊപ്പമാണെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയ ശേഷവും മുന്നണി കൺവീനറിൽ നിന്നുണ്ടായ ദിലീപ് അനുകൂല പ്രതികരണം തിരഞ്ഞെടുപ്പ് ദിവസം രാഷ്ട്രീയ വിവാദമായി മാറി. പ്രതികരണം തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കി കോൺഗ്രസ് നേതൃത്വം പൊടുന്നനെ തന്നെ അടൂർ പ്രകാശിനെ തള്ളി. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, സർക്കാർ പ്രോസിക്യൂഷൻ ഫയൽ ചെയ്ത ചാർജ് ഷീറ്റുണ്ട്. ആ ചാർജ് ഷീറ്റിലെ ഗൂഢാലോചനാ ഭാഗം തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടു. അത് അതിജീവിതയ്ക്കും പരാതിക്കാർക്കും ഉണ്ടായ ഒരു പരാജയമാണ്. അതിനെതിരെ സർക്കാർ അപ്പീൽ പോകണമെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവും ഞാനും എല്ലാം പറഞ്ഞിട്ടുള്ളത്. സർക്കാരിൻ്റെ ഭാഗത്ത് പരാജയം ഉണ്ടായി എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. തെരഞ്ഞെടുപ്പ് ദിവസം വീണ്ടും കിട്ടിയ രാഷ്ട്രീയ അവസരം ഉപയോഗപ്പെടുത്തുക ലക്ഷ്യം വെച്ച് മുഖ്യമന്ത്രി മുതലുള്ള ഇടതു നേതാക്കൾ അടൂർ പ്രകാശിനെതിരെ രംഗത്ത് വന്നു. നമ്മുടെ സംസ്ഥാനത്ത് വളരെ വിചിത്രമായ വാദഗതി UDF കൺവീനർ രേഖപ്പെടുത്തിയായി കാണുന്നത്. അത് UDF കൺവീനറുടെ UDF രാഷ്ട്രീയം വെച്ചുള്ള നിലപാടാണത്. നമ്മളെ പൊതുസമൂഹമൊന്നും അത്തരമൊരു പൊതുവിലയിരുത്തലാണ് എന്ന് തോന്നുന്നില്ല. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നായപ്പോൾ അടൂർ പ്രകാശ് പറഞ്ഞത് വിഴുങ്ങി മലക്കം മറിഞ്ഞു. ദിലീപ് പല ആളുകളും വ്യക്തിപരമായി ഒക്കെ ബന്ധങ്ങൾ കാണും. നിങ്ങളുമായി വ്യക്തിപരമായി ബന്ധം കാണും. ആ വ്യക്തിപരമായ ബന്ധങ്ങൾ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും.
അതല്ലാതെ കണ്ട് നിങ്ങൾ വേറൊരു തരത്തിൽ വളച്ചൊടിക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ല, അത് തന്നെ പറഞ്ഞു. അതിന് ശേഷം ബാക്കി പറഞ്ഞ കാര്യം നിങ്ങൾ സംപ്രേഷണം ചെയ്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിൽ നിന്ന് VD സതീശൻ, രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ തുടങ്ങിയ നേതാക്കളും അടൂർ പ്രകാശിനെ പരസ്യമായി തിരുത്തിയിരുന്നു. 24 തിരുവനന്തപുരം. എറണാകുളം മലയാറ്റൂരിൽ വീടിന് സമീപത്തെ പറമ്പിൽ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകം. ഈ മാസം 6-ാം തീയതി മുതലാണ് മലയാറ്റൂർ സ്വദേശി ചിത്രപ്രിയയെ കാണാതായത്. കുട്ടിയുടെ ശരീരത്തിലും തലയിലും മുറിവേറ്റ പാടുകളുണ്ട്. കുട്ടിയുടെ ആൺ സുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്തു. ഇനി ശബരിമല വാർത്തയിലേക്ക്. ശരണം സന്നിധാനം. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ്. ഇതുവരെ ദർശനം നടത്തിയത് 80,000-ലേറെ പേരാണ്. മണിക്കൂറിൽ 3,460 പേർ 18-ാം പടി ചവിട്ടുന്നുണ്ട്. ഭക്തരുടെ തിരക്ക് കണക്കിലെടുത്ത് ഇന്നലെ നട അടയ്ക്കുന്നത് 15 മിനിറ്റ് കൂടി ദീർഘിപ്പിച്ചിരുന്നു. തിരക്ക് വർദ്ധിച്ചാൽ ഇന്നും ദർശന സമയം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. പുല്ലുമേട് വഴി സന്നിധാനത്തെത്തുന്ന ഭക്തരുടെ എണ്ണത്തിലും വർധനയാണ്. വിവോയുടെ ഫ്ളാഗ്ഷിപ്പ് മോഡലായ വിവോ X300 സീരീസിന്റെ ഫസ്റ്റ് സെയിൽ കോഴിക്കോട് തൊണ്ടയാട് മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിൽ നടന്നു. മൈജിയുടെയും വിവോയുടെയും ഒഫീഷ്യൽസ്, കസ്റ്റമേഴ്സ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വിവോ X300 സീരീസിന് നിരവധി ഓഫറുകളാണ് വിവോയും മൈജിയും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത്. 10% ക്യാഷ് ബാക്ക് ലഭിക്കുന്നതിനൊപ്പം പഴയ ഫോണുകൾ ഏറ്റവും മികച്ച വിലയിൽ എക്സ്ചേഞ്ച് ചെയ്ത് മികച്ച ഓഫറിൽ പുതിയ വിവോ X300 സീരീസ് വാങ്ങാനുള്ള സ്പെഷ്യൽ അവസരവും മൈജിയിലുണ്ട്. പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് മൈജിയുടെ റോയൽറ്റി പോയിന്റ് ലഭിക്കുന്നതാണ്. ഇന്ന് മൈജിൻ്റെ 143 ഷോറൂമുകളിൽ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്തു. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് സെഗ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു 75,000 സ്റ്റാർട്ട് ചെയ്ത് ഒരു 1,10,000 രൂപ വരെ വരുന്ന ഒരു 2 മോഡൽസിൽ 4 വേരിയൻ്റ് ആയിട്ടാണ് ഈ ഹാൻഡ്സെറ്റ് ഇറങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇതിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ റീറ്റെയിൽ ലോഞ്ച് നടന്നത് മൈജിയിലാണ്. നമ്മുടെ കൊച്ചി ഗ്രാൻഡ് ഹയാത്തിൽ വെച്ചിട്ട് December 2 ഈ പ്രൊഡക്റ്റ് നാഷണലി ലോഞ്ച് ചെയ്തത്. അതിൽ അസോസിയേറ്റ് ചെയ്തത് മൈജി ആയിരുന്നു. മൈജിനെ സംബന്ധിച്ചിടത്തോളം X സീരീസ് എപ്പോഴും ഒരു സ്പെഷ്യൽ മോഡലാണ്. കാരണം X സീരീസിൻ്റെ എല്ലാ പ്രീവിയസ് മോഡലും നമ്മളാണ്, മൈജിയാണ് ഇന്ത്യ നമ്പർ 1. വാർത്താ പൂർത്തിയാകുന്നു. നമസ്കാരം.